എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പാക്കിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റിൻ്റെ സെയിലിൻ്റെ വിവരങ്ങളൊക്കെ പറയുകയാണ്. 10 രൂപ തൊട്ട് വാട്ടർ പ്ലാന്റുകളുണ്ട് നമുക്ക് സെയിലിനായിട്ട്. ഇന്നലെ ഒരു കോംബോ ഇട്ടിരുന്നു. 4 വെറൈറ്റി വാട്ടർ ലില്ലീസ് 200 രൂപ മാത്രമേ ഉള്ളൂ. കൊറിയർ ചാർജ് അടക്കം കേരളത്തിനകത്ത്. ബ്ലൂ വിസിൽ, ഇസ്ലാം ഒറോഡ, മിക്രാന്ത ബ്ലൂ എന്നിവയെല്ലാമാണ്. ഇതിപ്പോൾ പർപ്പിൾ ജോയിയും ഡൗബനുമാണ്. അത് പാക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പ്ലാന്റ് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ വേരും ഒക്കെ വരുന്ന ഭാഗം നല്ലപോലെ പേപ്പറിൽ പൊതിഞ്ഞെടുക്കും. എന്നിട്ടാണ് പിന്നെ നമ്മൾ നനഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇതൊരു നല്ല മെച്ചേർഡ് പ്ലാന്റാണ്. അതിന് 1-2 ഫ്ലവറും വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോഴും അതിനകത്തൊരു ഫ്ലവറുണ്ട്. അതുപോലെ തന്നെ മഴ കാരണം ഒരു ബഡിനൊന്ന് കുറച്ചൊരു മോശം വന്നിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മെച്ചേർഡ് പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഡൗബനും നല്ല ഫ്ലവറിങ് പ്ലാന്റാണ്. 2-3 ബഡും 1-2 ഫ്ലവറും അതിനകത്തുണ്ട്. ഡൗബന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലീഫിൽ നിന്നൊക്കെ വിവിപാരസ് വെറൈറ്റിയാണ്. പർപ്പിൾ ജോയി ട്യൂബർ പ്ലാന്റാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ലീഫിൽ നിന്നും ചില സമയത്തൊക്കെ തൈകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പർപ്പിൾ ജോയി ഒക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടി ഉപയോഗിക്കേണ്ട. വാട്ടർ ലില്ലി പോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടി ഉപയോഗിക്കാതെ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് ടബ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. നിറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് അസോള ഇട്ട് വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. ഇതിനൊക്കെ നല്ല വെയിലാണ് അത്യാവശ്യം. നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകളെ പിടിച്ച് കിട്ടിക്കോളും. പിന്നെ വാട്ടർ ലില്ലിയുടെ ട്യൂബർ ഒരുപാട് താഴ്ന്നു പോകരുത്. ഇതിപ്പോൾ ആ പ്ലാന്റ് ഞാൻ നനഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞെടുത്തതാണ്. നല്ല നനവ് വേണം വാട്ടർ ലില്ലിക്കായാലും ലോട്ടസ് ട്യൂബറിനായാലും. അതിനുശേഷം ഒന്നുകൂടി ഒരു നല്ല പേപ്പറിൽ പൊതിഞ്ഞു. നനഞ്ഞ പേപ്പറിൻ്റെ പുറത്ത് വേറൊരു സെറ്റ് പേപ്പറും കൂടി വെച്ച് പൊതിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിയുന്നത്. ഇതിപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള മസോളയും വാട്ടർ ക്യാബേജും റെഡ് റൂട്ടഡ് ഫ്ലോട്ടിംഗ് പ്ലാന്റുകളുമാണ്. ഇതൊക്കെ നമുക്ക് അതിന് ടബിനകത്ത് വാട്ടർ ലില്ലി സെറ്റ് ചെയ്തതിന് ശേഷം ഇടാവുന്നതാണ്. പിന്നെ ഞാൻ വാട്ടർ ലില്ലിയുടെ പാക്കറ്റ് കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പറും കൂടി ഇട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ പേസ്റ്റ് ബോർഡിൽ വെച്ച് പാക്ക് ചെയ്യുന്നത്. കുറച്ച് ദൂരം പോകേണ്ടുന്ന പ്ലാന്റ് ആയതിനാൽ ആണ് ഇത് ഇത്രയും ഒന്നുകൂടിയൊക്കെ പേപ്പർ ഇട്ട് കവർ ചെയ്യുന്നത്. കാരണം നമുക്ക് കൊറിയർ സെൻറ്ററിൽ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ എറിയൊക്കെ ചെയ്യുമ്പോൾ പ്ലാന്റ് നാശമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വെറൈറ്റികളൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ്. മിക്രാന്ത ബ്ലൂ, ഡൗബൻ, ബ്ലൂ വിസിൽ, ഇസ്ലാം ഒറോഡ എന്നീ പ്ലാന്റുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് 200 രൂപയുടെ കോംബോയ്ക്കകത്തുള്ളത്. പിന്നെയുള്ളത് കൊളോക്കേഷ്യ പ്ലാന്റുകളാണ്. കൊളോക്കേഷ്യയുടെ ഈ വെറൈറ്റിക്ക് 80 രൂപയുടെ മുതൽ പ്ലാന്റുകൾ റേറ്റാണ്. അതിനുശേഷം ഇതിനും 100 രൂപ തൊട്ടാണ് റേറ്റ്. ഈ പ്ലാന്റിനാണെങ്കിൽ 100 രൂപ തൊട്ട് 200 രൂപ വരെയാണ്. കൊളോക്കേഷ്യയുടെ ലൈറ്റ് പില്ലർ വെറൈറ്റിയാണിത്. പിന്നെ നമുക്ക് വാട്ടർ പോപ്പിക്കൊക്കെ 20 രൂപയൊക്കെ മാത്രമേ ഉള്ളൂ. ജപ്പോണിക്കയുടെ തൈകളൊക്കെ 20 രൂപ തൊട്ട് സെയിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റിനും 20 രൂപയാണ്. വൈറ്റ് നെയ്യാമ്പലും നെയ്യാമ്പലും എല്ലാം ഉണ്ട്. അതിനും 50 രൂപ വീതമാണ്. അതുപോലെ തന്നെ മെക്സിക്കൻ സോഡിൻ്റെയൊക്കെ ചെറിയ 10 രൂപ തൊട്ടുള്ള തൈകളുണ്ട്. മൊസൈക്ക് പ്ലാന്റിന് ഒരു പ്ലാന്റിന് 10 രൂപയാണ്. ഇപ്പോൾ ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വരെ പ്ലാന്റ് വാങ്ങിക്കാവുന്നതാണ്. ഈ പ്ലാന്റ് ഒക്കെ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ DTDC വഴിയാണ് പ്ലാന്റ് അയച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക.